Hello. എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയിൻ കോട്ടൺ ചെക്കോട്ട സിൽക്കി കോട്ട ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലി ഒരിക്കലും ഇതുപോലെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഒത്തിരി റെഗുലർ കസ്റ്റമേഴ്സ് നമുക്ക് ഇതുപോലെ പ്ലെയിൻ സാരീസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവർക്കും അതുപോലെ പുതിയതായിട്ട് ഇതുപോലത്തെ കോട്ട സാരീസ് എംബ്രോയിഡറി വർക്കോ പെയിന്റിങ്ങോ ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കാണുക, ഷെയ്ഡ്സ് ഒക്കെ കാണുക. വാങ്ങിക്കാൻ താല്പര്യമുള്ള കളർ ഏതാണെന്നുള്ളത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ വാട്സാപ്പിൽ അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ ഷെയ്ഡ്സ് വെച്ചിട്ട് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. കോട്ടൺ ചെക്കോട്ടയിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് ബ്ലൗസോട് കൂടിയാണെങ്കിൽ 675 അതുപോലെ ബ്ലൗസ് ഇല്ലാതെ 5 മീറ്റർ സാരി മാത്രമാണെങ്കിൽ 575 ആണ് ഇതിൻ്റെ കോട്ടൺ ചെക്കോട്ടയുടെ റേറ്റ് വരുന്നത്. അതുപോലെ പുതിയതായിട്ട് കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുവാണ്. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. കോട്ട ഫാബ്രിക് എന്ന് പറയുമ്പോൾ തന്നെ നെറ്റ് കോട്ടയാണ്. ഇത് ഹോൾസ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു നെറ്റ് കോട്ട വരുന്നത്. നെറ്റ് പോലെ, അതാണ് നെറ്റ് കോട്ട എന്ന് പറയുന്നത്. ഇത് സ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാം. അല്ല നമുക്ക് ഇത് ഇച്ചിരി ഒതുങ്ങി കിടക്കുന്ന പോലെ വേണ്ടവർക്ക് ഇന്ന് ഡീസ്റ്റാർച്ച് ചെയ്ത്, അതായത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പിന്നീട് സ്റ്റാർച്ച് യൂസ് ചെയ്യാതെ അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കോട്ട ഫാബ്രിക് ആണെങ്കിലും അതിൽ ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് കുർത്ത, അതുപോലെ ഡ്രസ്സ് പോലത്തെ കുർത്താസ് ഒക്കെ ഒത്തിരി നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഡ്രസ്സ് തയ്ക്കാനും ഒത്തിരി ആൾക്കാർ ഇതുപോലത്തെ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ 5.5 മീറ്റർ സാരി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുറിച്ച്, അതായത് 3 മീറ്റർ 4 മീറ്റർ ആയിട്ട് ലൂസായിട്ട് ചെയ്യുന്നില്ല. 5.5 മീറ്റർ സാരി ആയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്നാലും ഇത് സാരി മാത്രമായിട്ടല്ല, ഡ്രസ്സായിട്ടും സ്കേർട്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റിന് നല്ലൊരു ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലുമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. പീച്ചിൽ നമുക്ക് 2-3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിലേറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു ഡാർക്ക് പീച്ച്. ഇതൊരു ഓറഞ്ചിഷ് പീച്ച് ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റർ വേർഷൻ ഓഫ് പീച്ച് ഉണ്ട്. ഇത് വീഡിയോയിൽ അത്ര ഒരു ഡിഫറൻസ് വരത്തക്ക രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഈ ഒരു ഷെയ്ഡിനില്ല. ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു പീച്ചാണ്. ഇത്രയും ഓറഞ്ചിഷ് അല്ല ഈ ഒരു പീച്ച് വരുന്നത്. കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡിലാണ് ഈ പീച്ച് വരുന്നത്. ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് ഈ ഒരു കളറിനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടുകൂടെ ഒരുമിച്ച് വെച്ച് കാണിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഈ 2 ഷെയ്ഡ് കണ്ടാലും നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്ന 2 ഷെയ്ഡ്സ് അല്ല. പക്ഷെ ഒരു ചെറിയ വ്യത്യാസത്തിൽ വരുന്ന പോലത്തെ 2 ഷെയ്ഡ്സ് ആണ്. ഈ ഒരു പീച്ചിന് കുറച്ചുകൂടി ഒരു ഓറഞ്ചിഷ് ആണ്. ഇത് അത്ര ഓറഞ്ചിഷ് അല്ല, ഒരു ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന. ആ ഒരു രണ്ടും പീച്ചിൻ്റെ 2 ഷെയ്ഡ്സ് ആണ്. റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. കളർ അനുസരിച്ച് റേറ്റിന് വ്യത്യാസമൊന്നുമില്ല. റേറ്റ് വരുന്ന കോട്ടൺ ചെക്കോട്ടയുടെ എല്ലാ ഷെയ്ഡ്സിനും റേറ്റ് വരുന്നത് സെയിം തന്നെയാണ്. അതുപോലെ ഇത് നമ്മുടെ ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്. ഈ ഷെയ്ഡൊക്കെ നമുക്ക് ഈ പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് സ്റ്റോക്കിലില്ലാതിരുന്നിട്ട് വീണ്ടും വന്ന ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ചില ഷെയ്ഡ്സ് ഇതുപോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയാൽ തിരിച്ച് റീസ്റ്റോക്ക് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. ബ്ലാക്ക്, പൗഡർ ബ്ലൂ, ഓണിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഒരു 1-2 മന്ത്സ് കൂടുതലായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇത്രയും നാളായിട്ടും ആ ഒരു ബ്രേക്ക് ഉണ്ട്. ആ ഒരു ഷെയ്ഡ്സിനൊക്കെ എത്രയും പെട്ടെന്ന് ആ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. കറൻ്റ്ലി നമുക്ക് ഈ ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. ലാവൻഡർ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞൊരു മാസത്തോടെയൊക്കെ റീസ്റ്റോക്ക് വന്നതാണ്. ഇപ്പം നമുക്ക് ലാവൻഡർ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു ഈ ഒരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. ഇത് പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പിങ്കിൻ്റെ ഒരു ഭയങ്കര ഒരു ബേബി പിങ്കോ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് അല്ല താനും. എന്നാലൊരു പീച്ചിഷ് പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു പിങ്ക് ആണ്. ഇതിന് നമ്മൾ ടൊമാറ്റോ പിങ്ക് എന്നാണ് ഈ ഷെയ്ഡിന് പറയുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 പ്രാവശ്യം നമ്മൾ അപ്ഡേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ആയ ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. ഓഫ് വൈറ്റും നമുക്ക് കുറേ നാൾ കൂടി വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ്. നമുക്ക് ക്രിസ്മസ് സമയത്തൊക്കെ ഉണ്ടായിരുന്നിട്ട് സ്റ്റോക്ക് തീർന്നു പോയതായിരുന്നു. അത് കഴിഞ്ഞിപ്പോഴാണ് നമുക്ക് വീണ്ടും ഓഫ് വൈറ്റ് വന്നത്. അപ്പോൾ ഓഫ് വൈറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ചില ഷെയ്ഡ്സിൽ നമുക്ക് ബ്ലൗസ് ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ബ്ലൗസും സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പീസിലെ ബ്ലൗസ് ഇപ്പം തീർന്നിരിക്കുക. ചിലത് നമുക്ക് 5.5 മീറ്റർ സാരീസ് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ ഒത്തിരി ആൾക്കാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞ ശേഷം ബ്ലൗസും സാരിയും മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇത് ചിക്കു ഷെയ്ഡ് ആണെങ്കിൽ ചിക്കു ഷെയ്ഡിൻ്റെ കൂടെ ആ ഒരു മെറൂൺ കളർ ബ്ലൗസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഒത്തിരി ആൾക്കാർ ചൂസ് ചെയ്തവരുണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മൾ
കൊടുക്കുന്നുണ്ട്. എന്നാലും അതുകൊണ്ടാണ് നമ്മുടെ ബ്ലൗസ് പീസ് കുറച്ചെണ്ണം ഇപ്പം ഷോർട്ടേജ് ആയിട്ടായിരിക്കുന്നത്. ചില സാരീസ് നമുക്ക് 5.5 മീറ്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാം നിങ്ങൾ പറയുന്ന ഷെയ്ഡിൻ്റെ ബ്ലൗസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പം ചിക്കു ഷെയ്ഡാണ്. ചിക്കു ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്ക് ഒക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്കിലുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാരും നമ്മൾക്ക് ഒരു വർക്ക് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ പ്ലെയിൻ ആയിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാരും ചൂസ് ചെയ്യുന്നൊരു ഷെയ്ഡായിരുന്നു ബേബി പിങ്ക് ഷെയ്ഡ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, പീച്ചിൽ നമുക്ക് 2-3 ഷെയ്ഡ്സ് ഉണ്ട്. അതിലൊരു ഷെയ്ഡാണ് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ലൈറ്റ് പീച്ച് എന്ന് പറയുമെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഒരു സാൻഡൽ ഷെയ്ഡിനോടൊക്കെ ഒരു സിമിലർ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. പീച്ചിൻ്റെ തന്നെ ഷെയ്ഡാണ്, ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. നേരത്തെ നമ്മൾ കണ്ട പീച്ചിന് ഒരു ഓറഞ്ചിനോട് സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പീച്ചിന് ഒരു സാൻഡൽ ചന്ദന കളറിനോട് സാമ്യമുള്ള പോലത്തെ പീച്ച് ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്ന നമുക്ക് ഈ ഒരു ഗ്രീൻ കളറാണ്. ഒരു പിസ്ത ഗ്രീൻ എന്നാണ് നമ്മൾ കോട്ടയിൽ ഈ ഒരു ഷെയ്ഡിനെ പറയുന്നത്. പിസ്ത ഗ്രീൻ എന്ന് വിളിക്കാം, വേണമെങ്കിൽ ലൈം ഗ്രീൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ഈ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുമൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ തുടക്ക സമയം തൊട്ടേ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൽ നമ്മളിതിലൊരു ബ്ലൂ കളറിൽ വർക്ക് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു സാരി ഉണ്ടായിരുന്നു. ആ സാരി നമുക്ക് നമ്മുടെ ഒരു കളക്ഷനിൽ ഏറ്റവും മൂവിങ് ഉണ്ടായിരുന്ന ഒരു സാരിയായിരുന്നു. ആ ഒരു ഡിസൈനർ ബ്ലൂ കളർ ഈ ഒരു ഗ്രീനിൽ പോയൊരു സാരി നമുക്ക് വർക്ക് ചെയ്തിട്ടാണെങ്കിലും പ്ലെയിൻ ആയിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ സാരി. നെക്സ്റ്റ് നമുക്ക് പ്യുവർ വൈറ്റ് സാരി ഉണ്ട്. വൈറ്റും ഒത്തിരി ആൾക്കാർ ചൂസ് ചെയ്തത്. ഞാൻ ഒത്തിരി ഓരോ സാരിയെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ പറയുന്നു എന്ന് ആൾക്കാർക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ആ ഡിസ്ക്രിപ്ഷൻ വേണം എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഈ വീഡിയോസ് ഫസ്റ്റ് കാണുന്നതായിരിക്കും, കോട്ട ഫാബ്രിക്കിനെ കുറിച്ച് അറിയത്തില്ലാത്തവരായിരിക്കും. അങ്ങനെ പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പറ്റുന്നത് പോലെ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഒരിക്കലും വീഡിയോ ഒത്തിരി ലെങ്തി ആക്കാൻ വേണ്ടി വലിച്ചു നീട്ടുന്നതല്ല. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂവിൻ്റെയും ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് നമുക്ക് ഇപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആയതിൻ്റെ തന്നെ. ലൈറ്റ് സ്കൈ ബ്ലൂ ഒക്കെ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു. സ്കൈ ബ്ലൂ തന്നെ നമ്മൾ പീച്ച് പറഞ്ഞ പോലെ 2-3 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് റീസ്റ്റോക്കിന്. പക്ഷേ അവൈലബിൾ ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ. അതുപോലെ അക്വാ ബ്ലൂ, അങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് നേരത്തെ സ്ഥിരം സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവാണ്, ചെക്സ് കാണത്തില്ല, മെറ്റീരിയൽ ക്ലിയർ അല്ലെന്നൊക്കെ കുറച്ച് കമൻസ് ഞാൻ ലാസ്റ്റ് ടൈം കണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മെറ്റീരിയൽ കാണിക്കാം. ഇതാണ് കോട്ടൺ ചെക്കോട്ട വരുന്ന മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇങ്ങനെ സെൽഫ് ചെക്സ് വരുന്ന മെറ്റീരിയലാണ്. സിംഗിൾ ലെയറിൽ ഇത്രയും ട്രാൻസ്പെറൻസി വരുന്ന ഇത് കണ്ടോ, നമ്മൾ ദേഹത്ത് വെച്ചാൽ സിംഗിൾ ലെയറിൽ ഇത്രയും ട്രാൻസ്പെറൻസി വരുന്ന മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ ഫ്ലീറ്റഡ് ആവുമ്പോൾ ഇത് കണ്ടോ, ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ട്രാൻസ്പെറൻസി ഒട്ടും വരുന്ന മെറ്റീരിയൽ അല്ല, പ്യുവർ കോട്ടൺ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. സ്റ്റാർച്ച് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. സ്റ്റാർച്ച് ചെയ്യാതെയും യൂസ് ചെയ്യാം. അപ്പം സ്റ്റിഫ്നെസ് വേണ്ട, ഒതുങ്ങി ഒഴുകി കിടക്കുന്ന പോലെ മതി എന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ചെയ്യാതെ ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം ഇതാണ് നമുക്ക് വരുന്ന കോട്ടൺ ചെക്കോട്ട മെറ്റീരിയൽ. കുറച്ച് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിൽ ഈ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂസ് കാരണം നമുക്ക് ചില കളേഴ്സ്, അതുപോലെ ഇതിനകത്ത് ഈ ഒരു സെൽഫ് കളറിൽ ഇതിൽ ആ ഒരു ചെക്ക് വരുന്നത്, അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് ലൈറ്റ് ഇഷ്യൂസ് കാരണം കൊണ്ടാണ്. നമുക്ക് എല്ലാ ഷെയ്ഡ്സും ഒക്കെ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സും ആണ്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് സിൽക്കി കോട്ടയിലെ കുറച്ച് ഷെയ്ഡ്സ് കൂടെ കാണാം. സിൽക്കി കോട്ടയിൽ നമുക്ക് ഇപ്പം ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. സിൽക്കി കോട്ടയിൽ നമുക്ക് വൈറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലാണ് വരാറ്. ഭയങ്കര നമ്മൾ ആ കോട്ടൺ ചെക്കോട്ടയിൽ കാണുന്നത് പോലെ ഒരു ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡല്ല, ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് സിൽക്കി കോട്ടയിൽ എപ്പോഴും വൈറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ചിക്കു ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഒരു ബേജ് ഐവറി ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലെ ചിക്കുൻ്റെ അത്രയും ഡാർക്ക് അല്ല, എന്നാൽ ഈ ഷെയ്ഡ് നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒത്തിരി ഓർഡർ വന്നാണ്. എന്നിട്ട് ഈ ഷെയ്ഡ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഡ് ഇനി വരുമ്പോൾ അവർ വർക്ക് ചെയ്ത് തരണമെന്ന്. എനിക്ക് ഒത്തിരി കോൺടാക്ട്സ് വരുന്നത് കാരണം ഞാൻ ഒത്തിരി ആൾക്കാരെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ്, ഇത് നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡ്, നല്ല പിങ്ക് കളറിലെ എംബ്രോയിഡറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. സിൽക്കി കോട്ട മെറ്റീരിയൽ ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർക്ക് ഇത് ലൈറ്റ് ഭയങ്കര തിൻ മെറ്റീരിയലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ ലെയറിൽ ഇത് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്.
ഡബിൾ ലെയർ ഒക്കെ വരുമ്പോഴത്തേനും ഇതിന്റെ ട്രാൻസ്പെറൻസി കുറഞ്ഞു വരും. കോട്ടൺ ചെക്കോട്ടയെക്കാളും ട്രാൻസ്പെറൻസി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഇത് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട കോട്ടൺ മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ മെറ്റീരിയലിന്. ഇത് നമുക്ക് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. എന്നാൽ ഷിഫോണോ ജോർജറ്റോ ഒക്കെ പോലെ ഭയങ്കരമായിട്ട് ഒഴുകി കിടക്കത്തില്ല. ചെറിയൊരു സ്റ്റിഫ്നെസ്സോട് കൂടി തന്നെ ഒതുങ്ങി ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അത് തന്നെയല്ല, ഇത് പറഞ്ഞ പോലെ ദൂരയാത്രയൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സാരിയാണ്. ബ്ലാക്ക് നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ അവൈലബിൾ ആവുന്ന ഷെയ്ഡാണ്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിൽ ബ്ലാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി ആൾക്കാരും സിൽക്കി കോട്ടയുടെ ബ്ലാക്ക് ചോദിക്കുന്നുണ്ട്. ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ വാടാമുല്ല ഷെയ്ഡ് നമുക്ക് കുറച്ച് സ്റ്റോക്കായിട്ട് അവൈലബിൾ ആവുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഡാർക്കർ ഷെയ്ഡ്സ് സിൽക്കി കോട്ടയിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയ്ഡൊക്കെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഒത്തിരി എൻക്വയറി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണിത്. പ്യുവർ ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് കണ്ടോ ബോർഡർ കണ്ടോ, ഒരു ബ്ലാക്ക് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന പോലെയാണ് ബോർഡർ വരുന്നത്. അത് രണ്ട് കളറും മിക്സ് ചെയ്താണ് ആ വീവിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗണിന്റെ ഒരു മിക്സ് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല. എക്സാക്ട് ബ്രൗൺ ഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു ഷെയ്ഡാണ്. ഇത് പറഞ്ഞാൽ ഇതിന് നല്ല വർക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട്. ഈ സിൽക്കി കോട്ടയുടെ എല്ലാം റേറ്റ് വരുന്നത് 585 ആണ്. നമുക്ക് ബ്ലൗസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല, സാരി മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള നമ്മുടെ സിൽക്കി കോട്ടയുടെ പേസ്റ്റൽ ഗ്രീൻ കളർ, ഇതും നമുക്ക് പിസ്ത ഗ്രീൻ വേണേൽ വിളിക്കാവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ നമ്മുടെ കോട്ടൺ ചെക്കോട്ടയിലെ പിസ്ത ഗ്രീനും ഈ പിസ്ത ഗ്രീനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ഡിം ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അപ്പൊ ഇത്രയും ഷെയ്ഡ്സാണ് നമുക്കിപ്പം പ്ലെയിൻ സാരീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇതിനേക്കാൾ കൂടുതൽ ഷെയ്ഡ്സ് നമുക്ക് സിൽക്കി കോട്ടയിലാണെങ്കിലും കോട്ടൺ ചെക്കോട്ടയിൽ നോർമലി ഇത്രയും ഷെയ്ഡ്സ് ഒക്കെ വരാറുള്ളൂ. പക്ഷെ സിൽക്കി കോട്ടയിൽ നമുക്ക് ഷെയ്ഡ്സ് എപ്പോഴും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവാറുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഔട്ടായി പോയ കുറച്ച് കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടില്ല. പിങ്ക്, ലാവൻഡർ, അങ്ങനത്തെ കുറേ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നാളെ കഴിഞ്ഞത്തേന് ആ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വീണ്ടും വരും. അപ്പോൾ ആ ഷെയ്ഡ്സും നിങ്ങൾ കോൺടാക്ട് ചെയ്ത സമയത്തുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.